എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് രണ്ടാമത് വന്ന ചോദ്യമായിരുന്നു. നോക്കുക, ഒന്നാം ഘട്ടത്തിലൂടെ 2-3 ഘട്ടങ്ങളിലേക്ക് എന്ന സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഒന്നാമത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത്. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യൻ കാളി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നമ്മൾ സമഗ്രയും അതുപോലെ തന്നെ SCERT പാഠപുസ്തകവും രണ്ടും കൂടെ സമന്വയിപ്പിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് എന്ന് പറയാം അല്ലേ, സുതാര്യമായിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ 8ാമത് വരുന്നൊരു ഭാഗമാണ് നവകേരള സൃഷ്ടിക്കായി. ഓക്കെ, അപ്പോൾ എട്ടാമത് അധ്യായം നവകേരള സൃഷ്ടിക്കായി. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെയൊട്ടല്ലോ ഹോ ജാതി കോമരങ്ങൾ. ഇത് ആരുടെ വരിയാണ്? മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെയൊട്ടല്ലോ ഹോ ജാതി കോമരങ്ങൾ. ദുരവസ്ഥ എഴുതിയതാരാണ്? മഹാകവി കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി അല്ലേ? നോക്കുക, എന്തെല്ലാം ദുരാചാരങ്ങളാണ് കേരളീയ സമൂഹത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ജാതി വിവേചനം, ശൈശവ വിവാഹം. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നവോത്ഥാന നേതാക്കൾ ഉണർന്നു വരികയാണ്. നവ എന്നാൽ പുതിയ, ഉദാനം എന്നാൽ ഉണരൽ. പുത്തൻ ഉണർവ് എന്നാണ് നവോത്ഥാനം എന്ന വാക്കിന് അർത്ഥം തന്നെ. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് അല്ലെ? ഇത്രയൊരു ഒരു സാമൂഹിക അവസ്ഥയായതുകൊണ്ടാണ് കേരളത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഐത്തത്തിനെതിരെ കിണറുകൾ, ആ കിണറുകൾക്ക് എന്താണ് അവിടെ സ്ഥാനം എന്ന് നോക്കാം അല്ലേ? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ നമ്മൾ ആദ്യം പാഠപുസ്തകത്തിൽ പറയുന്ന ആരെ കുറിച്ചാണ്? വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. ഓക്കെ, ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠ സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ ഈ സവർണ ജാതിക്കാർ, അവർണ ജാതിക്കാർ അല്ലെ, അങ്ങനെ പറയപ്പെടുന്ന രണ്ട് വിഭാഗം. അതിൽ സവർണ ജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്നും അവർണ ജാതിക്കാർ അഥവാ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്നവർക്ക് വെള്ളം എടുക്കാൻ ഒരു അവകാശം ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തിനെതിരെ പോരാടിയ വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സംഘടിപ്പിച്ചത്. കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ കൂടിയായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിന്റെ പന്തിഭോജനം എന്ത് പേരിൽ അറിയപ്പെട്ടു? സമപന്തി ഭോജനം. ഓർത്തു വയ്ക്കണേ. അടുത്തത്, ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വൈകുണ്ഠസ്വാമികൾ നടത്തിയ ആ സമാജത്തിന്റെ പേര് ഓർത്തു വെച്ചുള്ള സംഘടനയുടെ പേരെന്താണ്? സമത്വ സമാജം. ഇപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ 2 പോയിന്റ് മനസ്സിലേക്ക് വരണം. 1 സമപന്തി ഭോജനം, 2 സമത്വ സമാജം. പിന്നെ അദ്ദേഹം കുഴിച്ച കിണർ എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ഏറ്റവും വലിയ അയിത്തമായിരുന്നു വെള്ളത്തിന് മേലെ അല്ലേ, അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ
കൂലി കിട്ടണം. പരീക്ഷിക്കുന്ന ചോദ്യമാണ് അല്ലേ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണം ആരാ പറഞ്ഞ്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് അദ്ദേഹം വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിലുള്ള എതിർപ്പ് എങ്ങനെ പ്രകടിപ്പിച്ചത്? വെണ്ണീജ ഭരണം. വെണ്ണീജ ഭരണം ആര് പറഞ്ഞതാ? വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ നിലപാടാണ്? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. ഈ കിണറുകൾ എന്ത് പേരിൽ അറിയപ്പെട്ടെ? ഈ കിണറുകൾ അറിയപ്പെട്ട പേരെന്താ? മുന്തിരിക്കിണർ. എന്ത് കിണറാണ്? മുന്തിരിക്കിണർ. ഓക്കെ. അടുത്തത് വിദ്യയും വിത്തവും. വിദ്യയും വിത്തവും നോക്കുക. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് പാഠപുസ്തകത്തിൽ പറയുന്ന രണ്ടാമത് നവോത്ഥാന നായകരിൽ ഒരാൾ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ. അപ്പൊ ചട്ടമ്പി സ്വാമികൾ അധസ്ഥിതർക്കൊപ്പം എന്ത് നടത്തി? മിശ്രഭോജനം നടത്തിയ സ്വാമികൾ. അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വിഭാഗങ്ങളുമായും അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പുസ്തകം ഓർത്തു വയ്ക്കണം. വേദാധികാര നിരൂപണം എന്ന കൃതിയും പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, ഇത് രണ്ടും ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കൃതികൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ഓർത്തു വയ്ക്കുക. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ വിദ്യയും വിത്തവും ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. മുന്തിരിക്കിണർ കുഴിച്ചപ്പോൾ വിദ്യയും വിത്തവുമാണെന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ എന്താണ് പറഞ്ഞത്? വേല ചെയ്താൽ കൂലി കിട്ടണം. വിദ്യയും വിത്തവും എന്ന് പറഞ്ഞതാ ചട്ടമ്പി സ്വാമികൾ. ഓക്കെ. അടുത്തത് ഇങ്ങനെ ഈ ചട്ടമ്പി സ്വാമികൾ എന്നുള്ള പേരുണ്ടായി നമുക്ക് നോക്കാം അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താ? അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന് പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. അപ്പം നോക്കുക, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത് ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നു. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ ജനിച്ചുവെങ്കിലും എവിടെയാണ് സമാധി? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. പന്മന. ഓക്കെ. അടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അതെല്ലാവർക്കും അറിയാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മൂന്നാമത് നവോത്ഥാന നായകൻ, പുത്തനുണർവ് നൽകിയ മൂന്നാമത്തെ നായകൻ പാഠപുസ്തകത്തിൽ ആരെക്കുറിച്ചാണ്? എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പൊ രണ്ടെണ്ണം പാഠപുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അടുത്തത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പിന്നെയോ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അപ്പൊ ഒന്നുകൂടെ പറയാം, വേല ചെയ്താൽ കൂലി കിട്ടണം. അതാരാ പറഞ്ഞത്? അത് വൈകുണ്ഠ സ്വാമികൾ. വിദ്യയും വിത്തവും അത് ചട്ടമ്പി സ്വാമികൾ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക, അതാരാ? ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ,
മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് മേൽ സൂചിപ്പിച്ചവ. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു. ആലുവ സർവമത സമ്മേളനത്തിലാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്, അല്ലെ? അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ, പുതിയ ചലനങ്ങൾ. ഇപ്പൊ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഓക്കെ, ഒരു പരിഷ്കൃത കേരളത്തെ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയ പ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, അല്ലേ? ഒരുപാട് ആശയങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് മാത്രം അധസ്ഥിത വിഭാഗത്തിന്റെ സാമൂഹികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. ഈ പട്ടിണി കിടക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെയൊക്കെ ആശയപ്രചരണം നടത്തിയാലും അതിന് വലിയ ഫലമൊന്നും കാണില്ല. ആദ്യം എന്ത് ചെയ്തു? ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പൊ വ്യവസായശാലകൾ സ്ഥാപിച്ച് ആദ്യം ജനങ്ങൾക്ക് ജോലി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ പുളികുടി, തിരണ്ട കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും നടപ്പിലാക്കാനും വേണ്ടി വളരെ 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 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 എന്നാണ് 1903 സ്ഥാപിക്കപ്പെട്ടതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 സ്ഥാപിക്കപ്പെട്ടത്. എവിടെയാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്? അദ്ദേഹവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ആത്മോപദേശ ശതകം, വളരെ വളരെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കുക. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം. ആത്മാവിനെ ഉപദേശിക്കുന്ന ഓർത്താൽ മതി. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് മാത്രമായി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗാന്ധിജി ഗുരുവിനെ കണ്ടുമുട്ടിയത്, ടാഗോർ ഗുരുവിനെ കണ്ടുമുട്ടിയത്. അപ്പൊ നോക്കുക, വിദ്യാലയം പ്രധാന ദേവാലയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി, കാരമുക്ക് ക്ഷേത്രത്തിൽ ദീപപ്രതിഷ്ഠ നടത്തി, ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്ത് എന്തായിരുന്നു? ശിവലിംഗ പ്രതിഷ്ഠ. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ, ശാരദ അല്ലെ. അപ്പൊ ശിവഗിരിയിലെ ശാരദ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. അപ്പോൾ ഗുരു എവിടെയാണ് അവസാനമായി പ്രതിഷ്ഠ നടത്തിയത്? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത്. എവിടെയാണ്? കളവൻകോടത്ത്. എവിടെയാണ് കളവൻകോടത്ത്? ആലപ്പുഴയിൽ. എന്തായിരുന്നു ഇതിന് പ്രത്യേകത? ഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയത് ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത് ഓം എന്നെഴുതിയ കണ്ണാടിയാണ് ഗുരു അവസാനമായി പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടെ ഇതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു: ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. പ്രധാന ദേവാലയം
വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. എന്നാണ് ശ്രീനാരായണ ഗുരു തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി, ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അത് നടപ്പിലാക്കാനും വേണ്ടി SNDP സ്ഥാപിച്ചത്? 1903. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയില്. പുസ്തകങ്ങൾ ഏതൊക്കെയാ? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ക്ലിയർ? പ്രതിഷ്ഠകള് ശാരദ പ്രതിഷ്ഠ ശിവഗിരി, ശിവലിംഗ പ്രതിഷ്ഠ പറഞ്ഞേ അരുവിപ്പുറം, കാരമുക്ക് പ്രതിഷ്ഠ എന്താ? അവിടെ ദീപപ്രതിഷ്ഠയാണ്. കാരമുക്കിലെ ക്ഷേത്രത്തിൽ എന്തായിരുന്നു? ദീപപ്രതിഷ്ഠയാണ്. അവസാനം എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത്. ക്ലിയർ ആണല്ലോ? അവിടെ ഓം എന്ന് എഴുതിയ കണ്ണാടിയാണെന്ന് പ്രത്യേകം ഓർക്കണേ. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1904 അധസ്ഥിതർക്ക് മാത്രമായ ഒരു വിദ്യാലയം അദ്ദേഹം ആരംഭിക്കണം. 1904 വർഷം ഓർക്കണേ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. എന്താണ്? പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു പ്രക്ഷോഭം തന്നെ ഉണ്ടാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ 3 പേരെ പഠിച്ചു: ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ചട്ടമ്പി സ്വാമികൾ എവിടെ ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ. ശ്രീനാരായണ ഗുരു എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ. അയ്യങ്കാളി എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ. അപ്പോൾ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. എന്തായിരുന്നു? സാധുജന പരിപാലന സംഘം, SJPS, സാധുജന പരിപാലന സംഘം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. അപ്പോൾ 3 ലക്ഷ്യം ഓർത്തു വെക്കണേ. സാധുജന പരിപാലന സംഘം എന്തിനായിരുന്നു? 3 ലക്ഷ്യം പ്രാവർത്തികമാക്കാനാണ്. 1, അവർണ ജാതിക്കാർക്ക് താഴേക്കിടയിലുള്ള അധസ്ഥിത വിഭാഗത്തിന് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. 2, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം. 3, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഈ 3 ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓർത്തു വയ്ക്കണം. അപ്പോൾ അവർക്ക് വഴിയിലൂടെ നടക്കണം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കണം. 3 ഓർത്തു വയ്ക്കണേ. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ഇപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായി എന്നോട് ഓർക്കണം. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. പുലയ രാജാവ് എന്നാണ് ഗാന്ധിജി അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് അല്ലേ? ഇപ്പോൾ അയ്യങ്കാളിയെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത്? പുലയ രാജാവ്. ഓക്കെ, വില്ലുവണ്ടി ചരിത്രയാത്ര, അതെല്ലാവർക്കും അറിയാം. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര എന്തായിരുന്നു നോക്കാം. 1893 ബെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അന്ന് സവർണ വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് വില്ലുവണ്ടികൾ അല്ലേ? ഒരു കാലഘട്ടത്തിൽ അയ്യങ്കാളി എന്ന് പറയുന്ന നേതാവ് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യാണ് 1893. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. വില്ലുവണ്ടി സമരം 1893. 1893 വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര നടക്കുകയാണ്. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹ്യ വിലക്കുകളിൽ ലംഘിച്ച നവോത്ഥാന നായകനാണ് അദ്ദേഹം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കല്ലുമാല സമരം കൂടെ ഓർത്തു വെക്കണം. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു.
കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. അപ്പൊ കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹളയുടെ നായകൻ ആരെന്ന് ചോദിച്ചാലും അയ്യങ്കാളിയാണ്. അദ്ദേഹം സ്ഥാപിച്ച സംഘടന സാധുജന പരിപാലന സംഘം. അധസ്ഥിതർക്ക് വേണ്ടി അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചത് 1904. വില്ലുവണ്ടി സമരം 1893. എവിടെ ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ. എന്തായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യം? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ആ സംഘടനയുടെ. സാധുജന പരിപാലന സംഘം എന്ന സംഘടനയുടെ പ്രധാന ലക്ഷ്യം 3 ഓർത്തു വയ്ക്കണേ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണത്. അടുത്തത് മാറ്റങ്ങൾ തൂലികയിലൂടെ. തൂലിക പടവളാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു നവോത്ഥാന പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം. അപ്പോൾ സമ്പന്നർ, പൈസ ഉള്ളവർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുക, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് അല്ലേ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഈ പറഞ്ഞ നവോത്ഥാന നായകന്മാരെല്ലാം വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും അത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാനും ശ്രമിച്ച ആളുകളാണ്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം പിന്നാക്കാവസ്ഥ ആണ്. മലയാളത്തില് പിന്നാക്കം എന്ന വാക്കാണ് ശരി. അപ്പൊ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ചതിൽ പ്രമുഖനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അദ്ദേഹം എന്തെല്ലാം ചെയ്തു എന്ന് കൂടെ നോക്കണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. അപ്പം അന്ധവിശ്വാസത്തിനെതിരെ പോരാടുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു അല്ലേ. നോക്കുക, മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘം ആരാണ്? മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചതാണ്. ഓക്കെ, അപ്പോൾ മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. എവിടെയാണ് മുസ്ലിം ഐക്യ സംഘം? കൊടുങ്ങല്ലൂരിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ടതാണ് മുസ്ലിം ഐക്യ സംഘം. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അറിവിന്റെ വെളിച്ചം പകരാൻ അദ്ദേഹം മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതിലൂടെ പ്രശസ്തനായൊരു പത്രാധിപനുണ്ടല്ലോ, ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രസ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഇസ്ലാം, മുസ്ലിം എന്നീ 2 മാസിക സ്ഥാപിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ അറിവിൻ്റെ വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് 2 മാസിക, ഒരു പത്രം. മുസ്ലിം, അൽ ഇസ്ലാം എന്നിവ മാസികയും സ്വദേശാഭിമാനി എന്നത് പത്രവുമാണ്. സ്വദേശാഭിമാനി പത്രം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണിത്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം അല്ലേ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയും അഴിമതികളെയും അനീതികളെയും വിളിച്ചത് കൊണ്ടുവന്ന ഒരു പത്രമായിരുന്നു സ്വദേശാഭിമാനി പത്രം. രാജവാഴ്ചയിൽ സ്വാഭാവികമായിട്ട് അഴിമതിയും അനീതിയും കണ്ടാൽ ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ല. പക്ഷേ അതിനെ വീണ്ടും 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 എടുത്തു കാട്ടുമ്പോൾ
ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങില്ലേ. അത് വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു തിരുവിതാംകൂറിലെ രാജകുടുംബത്തെ. അതുകൊണ്ട് തന്നെ 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ 1910 എന്ത് ചെയ്തു? സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടി. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന്? ആരാ പറഞ്ഞത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. എപ്പോഴാ പറഞ്ഞത്? സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയപ്പോൾ. എന്തിനെ കണ്ടുകെട്ടി? തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് സഹിച്ചില്ല അല്ലേ. നോക്കുക, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പറഞ്ഞത്, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന്? അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി നമ്മൾ കഴിഞ്ഞു. അടുത്തത് അത് നോക്കുക, അതൊരു കവിതാ ശകലമാണല്ലേ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെയാണ് അല്ലേ. ഒരു ജനതയുടെ അടിമ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ദുരിതങ്ങൾ, സങ്കടങ്ങൾ, അമർഷം, ഇതെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് അദ്ദേഹം തൻ്റെ പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നവോത്ഥാന പ്രവർത്തനം നടത്തി. ഒരു ജനതയുടെ മുഴുവൻ അടിമ അനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപ്പേരൂർ, എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപ്പേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അപ്പോൾ എവിടെയാണ് തിരുവല്ല, ഏത് ജില്ലയിലാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. തിരുവല്ലയിലെ ഇരവിപ്പേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS, എന്താണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. PRDS സ്ഥാപിച്ചത് പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ഓക്കെ, 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്ത നേതാവാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അപ്പോൾ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ഈ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ച് പഠിച്ചല്ലോ. ആരാണത്? അയ്യങ്കാളി അല്ലേ. യുദ്ധവിരുദ്ധ ജാഥ. എന്താണ് ഈ യുദ്ധവിരുദ്ധ ജാഥ? നമുക്ക് നോക്കാം. യുദ്ധവിരുദ്ധ ജാഥ 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നോക്കുക, യുദ്ധവിരുദ്ധ ജാഥ എവിടെ നിന്ന് വരെയാ? മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്, മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് നടത്തിയ യുദ്ധവിരുദ്ധ ജാഥ ഏത് സമയത്താ? 1-ാം ലോക യുദ്ധകാലത്ത്. ആര് നടത്തി? ശ്രീ കുമാര ഗുരുദേവൻ നടത്തി. ഓക്കെ, എന്തായിരുന്നു അവരുടെ ആപ്തവാക്യം? സമാധാനം, ലോകത്തിന് സമാധാനം. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് ഇടയ്ക്ക് യുദ്ധകാലത്ത് നമുക്ക് വേണ്ട സമാധാനമാണല്ലോ. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിചാരിച്ചു അവർക്കെതിരായിട്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള നീക്കമാണെന്ന് വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. ഓക്കെ, അടുത്തത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ വന്ന മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മലബാറിൽ, എവിടെയാണ്? അങ്ങ് മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രമുഖനാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ് നേതാവാണ് വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ചപ്പോൾ ഏകദൈവ വിശ്വാസം ആരും ഉയർത്തിപ്പിടിച്ചു? വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം, എന്ത് സംഘമാണ്? ആത്മവിദ്യാസംഘം. ഓക്കെ, PRDS ആരാണ്?
പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഓക്കെ. അതുകൂടാതെ സാധുജന പരിപാലന സംഘം ആരാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. ഓക്കെ, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. നോക്കുക, സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും, അപ്പോൾ സ്ത്രീ പുരുഷ സമത്വം ആ വാക്കൊന്ന് നോക്കണേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊപ്പം സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും അവശതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. സവർണരിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവിക്കേണ്ടി വന്നത്. സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി. നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത ചാന്നാർ ലഹള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിലൊന്നായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം. അപ്പം നോക്കുക, ചാന്നാർ ലഹള നമ്മൾ ആദ്യം പഠിച്ചതാണ്. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ മാറുമറയ്ക്കാനുള്ള സമരമായിരുന്നു അല്ലേ. അതിന് ഒരു സമരത്തിന് വഴിത്തിരിവായത് ആരുടെ പ്രവർത്തന ഫലമായിരുന്നു? വൈകുണ്ഠസ്വാമികളുടെ. അതോടെ ഓർത്ത് വയ്ക്കണേ, വൈകുണ്ഠസ്വാമികളുടെ. ഓക്കെ. അപ്പോൾ തോൽവിറക് സമരം എവിടെ നടന്നത്? കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം. അതോടെ ഓർത്ത് വയ്ക്കണം. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം. കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ നടന്ന കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽപ്പുൽ സമരം. അപ്പം മേച്ചിൽപ്പുൽ സമരം എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ എവിടെ? കണ്ടകൈ ഗ്രാമത്തിലേക്ക്. അപ്പം കണ്ടകൈ ഗ്രാമത്തിലെ നേതാവാരാ? കണ്ടകൈ കുഞ്ഞാക്കമ്മ. അപ്പം കാസർഗോഡ് ജില്ലയിൽ നടന്നത് തോൽവിറക് സമരമാണ്. അത് എവിടെ നടന്ന്? ചീമേനിയിൽ. എന്ത് സമരം? തോൽവിറക് സമരം. കണ്ണൂരിൽ ഏതാ നടന്നത്? അത് മേച്ചിൽപ്പുലി സമരം. അതാരായിരുന്നു? കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും സ്ത്രീകൾ നയിച്ചതായിരുന്നു. ചാന്നാർ ലഹളയും സ്ത്രീകൾ നയിച്ചതാണെന്ന് ഓർക്കണം. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വീട്ടിഭട്ടതിരിപ്പാട്, MRB അല്ലേ, വീട്ടിഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രേംജിയുടെ ഋതുമതി. ഇപ്പോൾ വീട്ടിഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നുകാട്ടി. ഇപ്പോൾ പ്രേംജിയുടെ ഋതുമതി ഓർക്കണേ, പ്രേംജിയാണ് ഋതുമതി എഴുതിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിഭട്ടതിരിപ്പാട്. ഓക്കെ. അപ്പോൾ നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യ പള്ളം. ആരാണ്? ആര്യ പള്ളം. അതുപോലെ തന്നെ ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മനി മംഗലം. ഓക്കെ. അപ്പോൾ ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം എന്നിവർ സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ വസ്ത്രധാരണം, കൂലി കൂടുതൽ, ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടും ഇവർ സമരം നടത്തിയപ്പോൾ സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായും കൂലി കൂടുതൽ, വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പൊരുതിയ ആളുകൾ കൂടെ നമ്മൾ ഓർത്തു വയ്ക്കണം. അപ്പോൾ സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ, കണ്ണൂർ ജില്ലയിൽ നടന്നത് മേച്ചിൽപ്പുൽ സമരം, നായിക കണ്ടകൈ കുഞ്ഞാക്ക, ഗ്രാമത്തിൻ്റെ പേരും കണ്ടകൈ എന്നാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വീട്ടിഭട്ടതിരിപ്പാട്, പ്രേംജിയുടെ ഋതുമതി, മറ്റ് സാമൂഹിക പരിഷ്കർത്താക്കളായി വന്ന വനിതകൾ ആര്യപ്പള്ളം, ദേവികി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം. അടുത്തത്, സമഗ്രയിൽ എന്താണ് നമ്മുടെ കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകരെ കുറിച്ച് പറയുന്നത്? വൈകുണ്ഠസ്വാമികൾ. ഏതാ സമാജം? സമത്വ സമാജം. പ്രസിദ്ധീകരണങ്ങൾ അഖിലത്തിരട്ട് അരുൾനൂൽ ആരുടെയാണ്? വൈകുണ്ഠസ്വാമികൾ. പരിഷ്കാരങ്ങൾ, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ. കായും നായും കണക്ട് ചെയ്യുക അല്ലേ? കണ്ണാടി വൈകുണ്ഠസ്വാമികൾ.
ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അറിയപ്പെട്ട പേര് അയ്യാവഴി. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാ പേരുടെയും സമ്മതത്തിനെ അദ്ദേഹം നിലകൊണ്ടു. അപ്പോൾ ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമ്മതത്തിനായി അദ്ദേഹം നിലകൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചു. അഖിലത്തിരട്ട്, അരുൾനൂൽ എന്നിവ വൈകുണ്ഠ സ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം നമുക്ക് പഠിച്ചതാണ്. ഏതാ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP. പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി, നവമഞ്ജരി, ശിവശതകം, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. നോക്കുക, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ പരന്നു സുഖത്തിനായി വരേണം. ഏത് കൃതിയിലാണെന്ന് പറഞ്ഞു വെക്കണേ. പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ? അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിച്ചു. അപ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസവും വാണിജ്യ വ്യവസായ സംരംഭങ്ങളും ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്ന നവോദയ നായകൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അല്ലേ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് ആലുവ സർവമത സമ്മേളനത്തിന്റെ യാഥാസ്ഥിതിക വിവാദത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് 1888 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഓക്കെ, അടുത്തത് ചട്ടമ്പി സ്വാമികൾ. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാ? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ആദിഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണ്? തമിഴാണ് അല്ലേ? അപ്പോൾ പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അപ്പോൾ സമഗ്രയില് ആദിഭാഷ കൂടെ പറയുന്നുണ്ട്, ഓർത്തു വയ്ക്കണേ. പരിഷ്കാരങ്ങൾ, അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ നൽകിയ നവോത്ഥാന നേതാവാണ്. ഓർക്കണേത്, അദ്ദേഹം ജാതി വ്യവസ്ഥയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെ എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകി. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തക ആധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അടുത്തത് അയ്യങ്കാളി. സാധുജന പരിപാലന യോഗമാണ് പ്രസ്ഥാനം. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതുൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ടു. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായ കല്ലുമാല സമരം. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം സംഘടിപ്പിച്ചു. അപ്പോൾ ആ പറഞ്ഞതില് 4 പേര് ഇവിടെയും പ്രസ്താവിക്കുന്നുണ്ട് അല്ലേ? വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണമാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അയ്യങ്കാളിയെ കുറിച്ച് പറഞ്ഞത് സാധുജന പരിപാലന യോഗം. വക്കം അബ്ദുൽ ഖാദർ മൗലവി അവിടെയും പ്രസ്താവിച്ച വ്യക്തിയാണ് അല്ലെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, പുതിയ പോയിന്റ് ആണ് അല്ലെ? വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സമഗ്രയിലുള്ള പോയിന്റാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മളപ്പോൾ SCERT നോക്കുമ്പോൾ ഈ പോയിന്റ് ഇല്ല, 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ സമഗ്രയിൽ പറയുന്നുണ്ട്. ഓക്കെ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്വദേശാഭിമാനി അല്ലേ? K രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ടുണ്ടായിരുന്ന സ്വദേശാഭിമാനി തന്നെയാണ് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നതാണ് നമ്മൾ പറഞ്ഞു. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ? അൽ ഇസ്ലാം, അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന 2 മലയാള മാസികകളുണ്ട്. അറബി മലയാള മാസികയാണ് അത്. അപ്പോൾ അൽ ഇസ്ലാമും മുസ്ലിമും ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ്. പരിഷ്കാരങ്ങൾ, ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം
മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ച വ്യക്തി കൂടെയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. വാഗ്ബടാനന്ദൻ പ്രസ്ഥാനം, ആത്മവിദ്യാസംഘം പ്രസിദ്ധീകരണങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ്. അഭിനവ കേരളം ഒരുപാട് തവണ ചോദിച്ചതാണ്, കയ്യും കണക്കുമില്ല PSCക്ക് എത്ര തവണ ചോദിച്ചു എന്നുള്ളതിന് തന്നെ. വാഗ്ബടാനന്ദൻ, അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം അല്ലേ. ആത്മവിദ്യാ കാഹളം അതൊരു പത്രികയാണ്. അഭിനവ കേരളം ഒരു മാസികയാണെങ്കിൽ ആത്മവിദ്യാ കാഹളം പത്രികയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ആത്മവിദ്യാസംഘം, പത്രിക ആത്മവിദ്യാ കാഹളം, മാസിക അഭിനവ കേരളം. പരിഷ്കാരങ്ങൾ, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വാഗ്ബടാനന്ദൻ. അടുത്ത മാർ കുര്യാക്കോസ് എലിയാസ് ചാവറ. ഇതിലെല്ലാത്തൊരു പോയിന്റ് പറയാമേ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് CMS എന്ന സന്യാസിനി സഭ. ഓർക്കണേ, ആ CMS അല്ലെ ഈ CMS ഇത് വേറെയാണ്. CMS എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവ് നേതാവ് കൂടെയാണ് മാർ കുര്യാക്കോസ് ചാലിയാസ് ഏവറ അല്ലെ. സാഗർ എലിയാസ് ജാക്കി എന്നൊക്കെ പറയുന്ന പോലെ കുര്യാക്കോസ് എലിയാസ് ചാവറ. ആത്മാനുതാപം, ഇടയനാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ. ഓക്കെ, ആത്മാനുതാപം, ഇടയനാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വളരെ വളരെ ശരിയാണ്, ഒരുപാട് വിദ്യാലയങ്ങൾ ചാവറയച്ചൻ സ്ഥാപിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 1846 കോട്ടയത്തെ മാമാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം. അപ്പോൾ കുര്യാക്കോസ് എലിയാസ് ചാവറ 1846 കോട്ടയം മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുകയാണ്. അടുത്തത് വിട്ടി ഭട്ടതിരിപ്പാട്. പ്രസ്തുതികൾ നമ്മൾ പഠിച്ചു. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അതൊരു നാടകമാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പരിഷ്കാരങ്ങൾ, നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. നമ്പൂതിരി സ്ത്രീകൾ, അതിലും വളരെ പ്രാധാന്യം കൊടുത്തത് ആർക്കാണ്? വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ വളരെ പ്രായമേറിയ നമ്പൂതിരിമാർ വിവാഹം കഴിക്കുന്നത്, വേളി ചെയ്യുന്നത് വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെയാണ്. ഈ രീതിക്കെതിരെ ചെറുത്ത നവോത്ഥാന നായകൻ കൂടെയാണ് വിട്ടി ഭട്ടതിരിപ്പാട്. ഇവർക്ക് പുറമെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന മറ്റനേകം പരിഷ്കർത്താക്കൾ നമുക്കിടയിലുണ്ട് അല്ലേ. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന അനുഷ്ഠാനങ്ങൾക്കും പരമ്പരാഗത ആചാരങ്ങൾക്കും എതിരായി പോരാടിയ സഹോദരൻ അയ്യപ്പൻ, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, നമ്മളവിടെ പഠിച്ചു അല്ലേ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനെ കുറിച്ച്. സഹോദരൻ അയ്യപ്പൻ എന്ത് ഭോജന? വാപ്രീതി തൈപ്പന്തി സമ്മിശ്ര. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം. അടുത്തത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ. സയ്യിദ് സനഹുള്ള മക്തി തങ്ങൾ, കുമാരനാശാൻ, സി കേശവൻ, കുമാരനാശാൻ, സയ്യിദ് സനഹുള്ള മക്തി തങ്ങൾ, മന്നത്ത് പത്മനാഭൻ, KP കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ അറിയാലോ, കായൽ സമ്മേളനം. ഓക്കെ, കുമാരഗുരുദേവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവരൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ച അല്ലേ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൂടെയാണ്. പാർവതി നെന്മേനിമംഗലം, ആര്യപ്പള്ളം, ശാരദാമ്മൾ, KC നാരായണിയമ്മ, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവരൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി നിലകൊണ്ട വളരെ പ്രധാനപ്പെട്ട വനിതാ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ഓക്കെ, ഇപ്പോൾ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അറിയുന്ന സ്ത്രീകൾ തന്നെയാണല്ലോ. അതുകൊണ്ട് അവരിവിടെ മുന്നോട്ട് വന്നു എന്നുള്ളത് ഓർത്താൽ മതി. അങ്ങനെ 19-20 നൂറ്റാണ്ടുകളിൽ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രസക്തമായ നിരവധി പ്രശ്നങ്ങളെ ഇവർ
നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ജാതി വിലക്കുകളുടെ ഉച്ചാടനം, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, അധ്വാന വർഗത്തിന്റെ ഉന്നമനം, യുക്തിചിന്തയും വിമർശന ചിന്തയും, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കൽ, ഇവയെല്ലാം ഈ പ്രശസ്തരായ അറിഞ്ഞും അറിയാതെയും നമുക്കിടയിലൂടെ ജീവിച്ചു പോന്ന ഒരുപാട് നവോത്ഥാന നായകരുടെ പ്രവർത്തന ഫലമായി നേടിയെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നവോത്ഥാനം എന്ന വാക്കിന് അർത്ഥം തന്നെ നവ പ്ലസ് ഉത്ഥാനം എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, നവോത്ഥാനം പിരിച്ചെഴുതുക. നവ പ്ലസ് ഉത്ഥാനം, പുത്തൻ ഉണർവ്. ഉത്ഥാനവീരൻ എന്ന് പറഞ്ഞാരാ? പ്രയത്നശീലൻ. ഉത്ഥാനവീരൻ എന്ന് പറഞ്ഞാരാണ്? പ്രയത്നശീലൻ എന്നാണ്. അതോടെ ഓർത്ത് വയ്ക്കണേ. അപ്പോൾ നവ പ്ലസ് ഉത്ഥാനമാണ് പുത്തൻ ഉണർവ്. ഉദാനം എന്നാൽ ഉണർവ് എന്നാണ്. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.